اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. അൽഹംദുലില്ലാഹ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേൽ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അനുഗ്രഹം എന്ന് വെച്ചാൽ അതൊരാൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേൽ ചെയ്തിട്ടുണ്ട്. ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിങ്ങൾ എൻ്റെ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ അത് നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലും വിളംബരം ചെയ്തു. जिस्म के ही आज़ा को देख लें कि अल्लाह ने बिन मांगे हम सबको लाखों नहीं करोड़ों रुपयों की नेमतों से नवाजा है. आँख की नेमत अंधे से पूछो कि कितनी बड़ी नेमत है. उसको पूछा जाए कि भाई तुझे क्या चाहिए, तो वो कहता है कि भाई आसमान ज़मीन को सुना हूँ, देखा नहीं हूँ. अगर एक मर्तबा मुझे आँखों की बीनाई रोशनी मिल जाए तो मैं देख लूँ कि अल्लाह ने कितनी बड़ी कुदरत का मालिक है, लेकिन मैं देख नहीं सकता, नाबीना अंधा हूँ. മനുഷ്യൻ്റെ ശരീരം തന്നെ നോക്കിയാൽ ആ ശരീരത്തിൽ തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ, എത്രയോ നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കണ്ണ് തന്നു എന്നുള്ള അനുഗ്രഹം, ഇതെത്ര വലിയ അനുഗ്രഹമാണ്. ഒരു കണ്ണിൻ്റെ നിഅമത്ത്, ആ കണ്ണിൻ്റെ ആ അനുഗ്രഹം, അതിൻ്റെ വില അതാർക്കേ മനസ്സിലാവുള്ളൂ. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ മൂപ്പര് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടണം, അതാണ് ഏറ്റവും വലിയ ആവശ്യം, എൻ്റെ ആവശ്യം. ആകാശവും ഭൂമിയും എല്ലാം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. എനിക്കതൊന്ന് കാണാൻ സാധിക്കണം. ആകാശത്തിൻ്റെ വിശാലത, ഭൂമിയുടെ വിശാലത, എന്നിട്ട് അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ കണ്ണ് ഒരു നിഅമത്ത്, കണ്ണിൻ്റെ അനുഗ്രഹം, അത് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. एक नौजवान एक बुजुर्ग के पास आया, आकर कहने लगा, शिकायत करने लगा कि अल्लाह ने मुझे कुछ नहीं दिया. तो वो बुजुर्ग ने समझाया कि भाई तुझे अल्लाह ने बहुत सारी नेमतों से नवाजा है, तुझे लाखों ने करोड़ों रुपए की नेमतों से नवाजा है. वो हंसने लगा, कहने लगा, मेरे जेब में एक पैसा नहीं है, खाने को खाना नहीं है, पहनने के लिए बराबर कपड़े नहीं हैं, रहने के लिए बराबर कोई छत नहीं है, तो अल्लाह ने मुझे क्या दिया? ये शिकायत करने लगा. ഒരു മനുഷ്യൻ ഒരു മഹാന്റെ അടുക്കൽ വന്നു, എന്നിട്ട് അവലാതിപ്പെട്ടു, എനിക്ക് അല്ലാഹു ഒന്നും തന്നിട്ടില്ല. അപ്പോൾ മഹാൻ പറഞ്ഞു, നിനക്ക് അല്ലാഹു കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ, അത് നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങി. എനിക്ക് എന്ത് അനുഗ്രഹമാണ് അല്ലാഹു തന്നിരിക്കുന്നത്. എനിക്ക് മര്യാദയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല, എനിക്ക് താമസിക്കാൻ ഒരു സൗകര്യമില്ല, ഒരു വീടില്ല. അപ്പോൾ എനിക്ക് ഇന്നത് തന്നിട്ടില്ല, പല കാര്യങ്ങൾ അയാൾ എണ്ണിപ്പറയാൻ തുടങ്ങി. तो बुजुर्ग ने कहा, अच्छा अल्लाह ने तुझे कुछ नहीं दिया, ठीक है, एक काम कर, दोनों आंख दे दे, मैं 10 लाख रुपए तुझे दे दूंगा. तो उसने कहा, मैं 10 लाख लेके अंधा बन जाऊं, नाबीना बन जाऊं, मजबूर हो जाऊं? नहीं दूंगा. तो उस बुजुर्ग ने कहा, ये आंख किसने दी है? तो तब उसकी ज़ुबान से उसने कहा कि मुझे अल्लाह ने दिया है. അപ്പോൾ ആ മഹാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ 2 കണ്ണുകൾ അതെനിക്ക് തന്നേക്കുക, ഞാൻ അതിന് പകരമായി എനിക്ക് 10 ലക്ഷം രൂപ തരാം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു,
ഞാൻ 10 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ അന്ധനായി തീരാനോ, ഞാൻ അന്ധനായി ജീവിക്കാനോ, അതൊരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ മഹാൻ പറഞ്ഞു, അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന കണ്ണ്, ആ കണ്ണിനെ നീ 10 ലക്ഷം രൂപ വില മേടിച്ചിട്ട് പോലും നീ അത് തരാൻ തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ അത് നീ ആലോചിച്ച് നോക്കി, ആ കണ്ണ് നിനക്ക് ആരാണ് തന്നത്? ഇത്ര വിലയുള്ള കണ്ണ് നിനക്ക് ആരാണ് തന്നത്? आगे बुजुर्ग ने कहा, ठीक है तुझे आंख पसंद है, आंख देने के लिए तैयार नहीं है, एक काम कर, दोनों हाथ दे दे, 20 लाख रुपए ले ले. तो उसने कहा, दोनों हाथ दे दूंगा तो खाऊंगा क्या, ज़रूरत पूरी कैसी करूंगा? पूछा, ये दोनों हाथ किसने दिए हैं? तब उसने कहा, अल्लाह ने दिए हैं. പിന്നെ മഹാൻ ചോദിച്ചു, നിനക്ക് കണ്ണ് തരാൻ മടിയാണെങ്കിൽ നീ 2 കൈകൾ തന്നേരാൻ, നിൻ്റെ 2 കൈകൾ എനിക്ക് തന്നോളൂ, ഞാനതിന് പകരമായി 20 ലക്ഷം രൂപ എനിക്ക് തരാം. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ 20 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ കൈകൾ എൻ്റെ തന്നിട്ട് ഞാൻ കൈയില്ലാതെ ജീവിക്കാനോ? അതൊരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ മഹാൻ ചോദിച്ചു, ഈ കൈകൾ ഇത്ര വില വരുന്ന ഈ കൈകൾ നിനക്ക് ആരാണ് തന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അത് അള്ളാഹു ആണ് തന്നതെന്ന് പറഞ്ഞു. उस बुजुर्ग ने दोबारा पूछा कि पैर तू जिस पे तू चल रहा है, जिससे तू अपनी ज़रूरत हाजत पूरी कर रहा है, ये दोनों पैर दे दे, 20 लाख ले ले. तो उसने कहा कि नहीं, मैं नहीं दूंगा. अगर पैर दे दूंगा तो चलूंगा फिरूंगा कैसे, मैं मोहताज हो जाऊंगा. पूछा, ये 2 पैर किसने दिए? तो उसकी ज़ुबान से फिर से कहा कि अल्लाह ने दिए. പിന്നെ മഹാൻ ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്ക് നിൻ്റെ 2 കാല് തന്നൂടെ? നിൻ്റെ 2 കാല് തന്നിട്ട് അതിന് പകരമായി ഞാൻ നിനക്ക് 20 ലക്ഷം രൂപ തരാം, നിൻ്റെ 2 കാല് തന്നോളൂ. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എൻ്റെ കാലില്ലാതെ, എൻ്റെ കാല് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ പിന്നെ എങ്ങനെ നടക്കും? ഞാൻ പിന്നെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അതും എനിക്ക് സമ്മതമില്ല, അതും ഞാൻ തരില്ല എന്ന് പറയണ്ടേ. അപ്പോൾ ആ മഹാൻ ചോദിച്ചു, പിന്നെ ഈ കാല് ആരാണ് എനിക്ക് തന്നത്? അപ്പോൾ ആ മനുഷ്യൻ അപ്പോൾ പറഞ്ഞു, കാലപ്പോൾ തന്നത് അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞു. तो उस बुजुर्ग ने पूछा, अच्छा भाई चल, दिमाग यानी सर के अंदर जो दिमाग, इसको दे दे, 50 लाख ले ले. तो उसने कहा, तुम मेरे सर को फोड़ोगे और दिमाग को निकालोगे तो मैं जिंदा कहाँ रहूँगा? पूछा, इस दिमाग को देने वाला कौन है? उसने कहा, अल्लाह. यानी बुजुर्ग का मंशा ये था कि एक एक नेमत को गिना के उस नौजवान को बताना चाह रहे थे कि ये सारी नेमतें बगैर मांगे अल्लाह ने तुझे दिया है. എന്നിട്ട് ആ മഹാൻ പറഞ്ഞു, എന്നാൽ നീ എനിക്ക് നിൻ്റെ തലച്ചോറ് തന്നോളൂ, ഞാൻ 50 ലക്ഷം രൂപ തരാം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ തല പൊളിച്ചിട്ട് തലച്ചോറെടുത്താൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമോ? ജീവിതം തന്നെ ഇല്ലല്ലോ. അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഈ ആരാണ് നിനക്ക് ഈ തലച്ചോറ് തന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, അതും അള്ളാഹു തന്നെയാണ് തന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ മഹാൻ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഒന്നും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന നീ ഇത്രയും അനുഗ്രഹങ്ങളുടെ വക്താവാണ് നീ എന്ന് ആ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. तो इस तरह से दोस्तों बुजुर्गों, अल्लाह ताला ने हमें बहुत सारी नेमतें दिया है. हम उन नेमतें जो अल्लाह ने दिया है, हम उसका तस्किरा ही नहीं करते, उसका जिक्र ही नहीं करते. इसीलिए अल्लाह ताला ने बंदों की तरफ से यानी बंदों की शिकायत की है. खलीलम मा तशकुरून, जगह जगह कुरान में बहुत ही थोड़े मेरे बंदे हैं जो शुक्रगुजार हैं, अक्सर नाशुक्रे हैं. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ അതെല്ലാം മറന്നു കഴിയാണ്. അതൊന്നും അറിയാതെ, അതെല്ലാം മറന്നുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിനെ ശുക്ർ ചെയ്യുന്നില്ല മനുഷ്യൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖലീലുൻ മിൻ ഇബാദിയ ശുക്കൂർ, എൻ്റെ അടിമകളിൽ നിന്നും ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറഞ്ഞു.
تو دوستو بزرگوں، ہم سب کو اللہ کی دی ہوئی نعمتوں کا شکر گزاری کرنا چاہیے. اللہ تعالیٰ ان بندوں کو بہت پسند کرتے ہیں جو اللہ کی دی ہوئی نعمتوں پر شکر کرتے ہیں. അപ്പം അതുകൊണ്ട് ബഹുമാനസ്വന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അള്ളാഹു തന്ന നിഅമത്തിനെ മനസ്സിലാക്കുകയും അതിനെ ശുക്ർ ചെയ്യുകയും. കാരണം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന ദാസന്മാർ. അവർ അള്ളാഹുവിൻ്റെ വളരെ ഇഷ്ടദാസന്മാരാണ്. عام نعمتیں تو سب کو اللہ نے دیا ہے، جیسے ہوا ہے، پانی ہے، سانس لے رہے ہیں، اللہ کی زمین پہ چل پھر رہے ہیں. آسمانوں سے اللہ تعالیٰ جو ہے سورج اور چاند کے ذریعے سے ہماری دنیا کی زندگی کو بحال رکھے ہیں. یعنی نعمتیں دوست بزرگوں انگنت ہیں. اس میں عام نعمتیں بھی اللہ نے دے رکھی ہیں جس میں کوئی پابندی نہیں ہے کہ بھئی جو مجھے مانتا ہے اس کو ہوا دیں گے، اس کو پانی دیں گے. یہ معاملہ اللہ کا نہیں ہے، اس کو عام کر دیا. یہ عام نعمتیں ہیں. بعض کچھ خاص نعمتیں ہیں جو اللہ نے ہم ہی کو عطا کیا ہے، ایمان والوں ہی کو دیا ہے. وہ خاص نعمتیں اللہ نے ہم سب کو دیا ہے. അപ്പോൾ ബഹുമാനസ്വന്മാരെ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അള്ളാഹുവിൻ്റെ പൊതുവായ നിഅമത്തുകളുണ്ട്. അപ്പോൾ ആ നിഅമത്തുകൾ കൊണ്ട് എല്ലാവരും പ്രയോജനം കരസ്ഥമാക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും, എല്ലാ സൃഷ്ടികളും. ഉദാഹരണമായി സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, മഴ പെയ്യുന്നു, കാലാവസ്ഥകൾ മാറി വരുന്നു, പകൽ വരുന്നു, രാത്രി വരുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ തന്നെയാണ്. ഇതിൻ്റെ പ്രയോജനവും പൊതുവാണ്. എല്ലാവരും ഇതിൻ്റെ പ്രയോജനം കരസ്ഥമാക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ നമ്മൾക്ക് പ്രത്യേകമായ ചില നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. مال، دولت، حکومت، فرمایا یہ اصل نعمتیں نہیں ہیں. ہاں، یہ تو اللہ تعالیٰ اپنے نافرمانوں کو بہت دیے ہیں. جیسے قارون کو اللہ نے خزانہ دے دیا، فرعون کو پورے ملک کے مصر کا بادشاہ بنا کے تخت و تاج دے دیا، نمرود کو پوری دنیا کی حکومت اللہ نے دے دیا. لیکن کسی مسلمان کے بچے کا نام ہم نمرود رکھیں گے، فرعون رکھیں گے، قارون رکھیں گے؟ نہیں. کیوں نہیں رکھیں گے؟ اس لیے کہ اس میں اللہ تعالیٰ نے کامیابی نہیں رکھی ہے. اگر ہوتی تو وہ کامیاب ہو جاتے. اصل دولت میں، مال میں، حکومتوں میں کامیابی اللہ نے نہیں رکھی ہے. وہ دین میں، ایمان میں اور اعمال صالحہ میں کامیابی رکھی ہے. یہ اللہ کی طرف سے فیصلہ ہے. അപ്പോൾ ബോണസന്മാരെ, ദുനിയാവിലെ സമ്പത്ത്, സൗകര്യം, അധികാരം, ദുനിയാവിൻ്റെ വസ്തുക്കൾ, ഇതൊരാൾക്ക് നൽകപ്പെടുക എന്നുള്ളത് ഒരാൾ വിജയിയാണെന്നുള്ളതിന് അടയാളമല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിച്ച ആൾക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വസ്തുക്കളാണ്. ഫിർഔന് അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകി, വിശാലമായ അധികാരം. നമ്രൂദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ അധികാരം നൽകി. അധികാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിച്ച ആൾക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. പണം, സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിച്ച ആൾക്കാർക്കും നൽകി. പക്ഷെ പണം നൽകപ്പെടുക, സൗകര്യം നൽകപ്പെടുക, അധികാരം നൽകപ്പെടുക, ഇതൊരിക്കലും ഒരു വിജയത്തിൻ്റെ അടയാളമല്ല. മറിച്ച് വിജയത്തിൻ്റെ അടയാളം അത് ഈമാനാണ്, അത് അമലുസ് സാലിഹാത്താണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതമാണ്. ഇതാണ് വിജയത്തിൻ്റെ അടയാളം. دنیا میں 4 بادشاہ ایسے گزرے ہیں جنہوں نے پوری دنیا پر حکومت کی ہے. 4 ایمان والے، 2 ایمان والے، 2 غیر ایمان والے. 2 ایمان والے فرمایا کہ حضرت سلیمان علیہ السلام اللہ تعالیٰ نے نبی بھی بنایا اور ایسی سلطنت، حکومت جیسے ہی انہوں نے دعا کی اللہ نے ان کو عطا کر دی. ان کے تخت پر 6 لاکھ سیٹیں ہوتی تھی. علماء فرماتے ہیں 3 لاکھ سیٹیں وہ انسانوں کی، 3 لاکھ وہ جنات کی. آج تک ایسی ہوائی جہاز ابھی تک نہیں بنائی ہے. 700، 800، چلو 1000
पैसेंजर्स की फ्लाइट होगी, लेकिन 6 लाख सीटों का तख्त, इतनी बड़ी हुकूमत, उनकी हुकूमत यानी चरिंदों पर, परिंदों पर, हवा उनके ताबे थी। एक सुलेमान अलैहिस्सलाम, उनको पूरी दुनिया की हुकूमत अल्लाह ने दी थी। दूसरे जो ईमान वाले थे जुल्करनैन, जिनका वाक़या अल्लाह ने सूरह कहफ में अल्लाह ने जिक्र किया है। मगरिबी और मशरिक़ और मगरिब की सल्तनत अल्लाह ने उनको दी। ये 2 ईमान वाले। 2 गैर ईमान वाले कौन? उस वक्त की दुनिया का जो पूरा बादशाह था वो नमरूद था, दूसरा बख्ते नसर। फरमाया दुनिया के एतबार से, हुकूमत के एतबार से अल्लाह गैरों को भी दिया है, लेकिन जुल्करनैन भी कामयाब हो गए। क्यों? इसलिए कि वो अल्लाह के हुक्म पर और अपनी ज़िंदगी को गुजारा, हुकूमत भी की लेकिन अल्लाह के हुक्म के मुताबिक ज़िंदगी गुजारी। सुलेमान अलैहिस्सलाम तो नबी थे, अल्लाह ने उनसे दीन का काम भी लिया और हुकूमत भी अल्लाह ने दी। ये 2 जो गैर ईमान वाले, वो तो ईमान भी नहीं था, हुकूमत मिली लेकिन मौत पर ख़त्म हो गई, नाकाम हो गए। പറയപ്പെടുന്നു ദുനിയാവ് ലോകത്ത് മുഴുവനും ഭരണം നടത്തിയ 4 രാജാക്കന്മാരാണ്. അതിൽ 2 മുസ്ലിമീങ്ങൾ, 2 അമുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒന്ന് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിശാലമായ ഭരണകൂടം അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. കാറ്റ് അദ്ദേഹം പറയുന്നത് പോലെ അത് നീങ്ങുമായിരുന്നു, അത് സഞ്ചരിക്കുമായിരുന്നു. പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ തഖ്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ആ സിംഹാസനം, അതിൽ ഏതാണ്ട് 6 ലക്ഷം സീറ്റുകളുണ്ടായിരുന്നു. അതിങ്ങനെ കാറ്റിലിങ്ങനെ പറക്കുമായിരുന്നു. 3 ലക്ഷം സീറ്റുകൾ ജിന്നുകൾക്കുള്ളതും 3 ലക്ഷം സീറ്റുകൾ മനുഷ്യർക്കുള്ളതും. അപ്പം അത്ര ഭയങ്കര അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം നൽകി. അപ്പം അതുപോലെ മറ്റൊരു രാജാവ് ദുൽഖർനൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പറ്റി ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദ്ദേഹത്തിന് നാം കിഴക്ക് പടിഞ്ഞാറിനിടയിലുള്ള ഭരണകൂടം നാം അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൂടി നൽകി. അപ്പോൾ ഇത് 2 മുസ്ലിമീങ്ങളാണ്. മറ്റേത് 2 കാഫിരീങ്ങൾ. ഒന്ന് നമ്രൂദ്, അപ്പം അതുപോലെ ബുഖ്ത് നസർ. ഇങ്ങനെ 4 ഭരണാധികാരികൾ, ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ ഭരിച്ച 4 ഭരണാധികാരികളാണ്. അപ്പോൾ ഭരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക, പണം നൽകുക, ഇത് ഒരു വിജയത്തിൻ്റെ അടയാളമല്ല. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നബിയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ്റെ പരിശ്രമം ചെയ്യിപ്പിച്ചു. ഹിദായത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അപ്പോൾ അതുപോലെ ദുൽഖർനൈൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു. ഭരണവും നൽകി, ദുനിയാവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഈമാൻ ഉള്ളതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അപ്പോൾ അതുപോലെ 2 കാഫിരീങ്ങൾ, അവർക്ക് ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, ഭരണം നൽകി. പക്ഷേ ദീനും ഈമാനും അമലു സ്വാലിഹാത്തും ഇല്ലാത്തതിൻ്റെ പേരിൽ ദുനിയാവോടുകൂടി അവരുടെ എല്ലാം അവസാനിച്ചു. ദുനിയാവിൽ അവരുടെ എല്ലാം അവസാനിച്ചു. ആഖിറത്തിൽ വലിയ പരാജയത്തിന് കാരണമാകും. അപ്പോൾ അസൽ കാര്യം ബഹുമാനമാരെ, അസൽ കാര്യം ദീനാണ്. അസൽ കാര്യം ഈമാനും അമലു സ്വാലിഹാത്തും ലഭിക്കുക എന്നുള്ളതാണ്. इमामुल अंबिया, सरदारुल अंबिया हुजूर पाक अलैहिस्सलाम को भी पेश किया गया कि अगर आप चाहें तो ये जो मक्के के पहाड़ हैं हम उनको सोना बना दें और आप जहाँ जहाँ चलें आपके पीछे भी चले। लेकिन अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने इसको पसंद नहीं फरमाया। कहा कि मैं एक दिन खाना खाऊं तो अल्लाह का शुक्र करूं, अल्लाह की इबादत करूं, और अगर मैं भूखा रहूं, फाके में रहूं तो मैं सब्र करूं, अल्लाह से राज़ी रहूं। तो ये अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने तालीम दी उम्मत को कि दुनिया തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ തങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ രാജാവായ നിലയിലുള്ള നബി, അതുപോലെ അടിമയായ നിലയിലുള്ള നബി, ഇത് രണ്ടിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകി. താങ്കൾ പറയുകയാണെങ്കിൽ പർവ്വതം, മക്കയിലെ പർവ്വതം ഞാൻ സ്വർണ്ണമാക്കി തരാം.
താങ്കൾ പോകുന്നിടത്തെല്ലാം അത് തങ്ങളുടെ കൂട്ടത്തിൽ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയായി പറയുണ്ടായി, അല്ലാഹുവേ, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കുകയും ഭക്ഷിക്കുകയും ഒരു ദിവസം നീ എനിക്ക് ഭക്ഷണം നൽകുകയും ഞാൻ അതിന് നിനക്ക് ശുക്ർ ചെയ്യുകയും മറ്റൊരു ദിവസം ഞാൻ പട്ടിണിയിലായി കഴിയുകയും ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനൊരു കാര്യം പഠിപ്പിച്ചു തരികയാണ്. ദുനിയാവല്ല അസല്, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ അതല്ല അസല്. അസൽ ജീവിതം, യഥാർത്ഥ ജീവിതം അത് ആഖിറമാണ്. ആഖിറത്തിലെ വിജയമാണ് യഥാർത്ഥ വിജയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. जब भी दुनिया का आना देखते थे तो अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम सहाबा को तालीम देते थे, अल्लाहुम्मा ला ऐश इल्ला ऐशुल आखिरा, कि दुनिया का ऐश ऐश नहीं है, ऐश तो आखिरत का असल ऐश. ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ വരുന്നതായിട്ട് കാണുമ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയുമായിരുന്നു, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ, യഥാർത്ഥ ജീവിതം അത് ഈ ദുനിയാവിലെ ഈ ജീവിതമല്ല, മറിച്ച് യഥാർത്ഥ ജീവിതം അത് ആഖിറത്തിലെ ജീവിതമാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ഉണർത്തുമായിരുന്നു. तमाम सहाबा को यही तालीम दी, यही तरबियत फरमाई और दाई बनाया. क्योंकि मैं, अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम फरमाते कि मैं आखिरी नबी हूँ, मेरे बाद नबूवत का दरवाज़ा बंद कर दिया जाता है, मेरे बाद कोई नबी नहीं है और तुम्हारे बाद कोई उम्मत भी नहीं है. अब तुम्हारे ज़िम्मे वो काम दिया गया है, जो काम मेरे ज़िम्मे है वो तुम्हारे ज़िम्मे अल्लाह ने कर रहे हैं, इसीलिए इस उम्मत की अल्लाह ने तारीफ़ फरमाई है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ ദിശ തങ്ങൾ ആഖിറത്തിലേക്ക് തിരിച്ചു. എന്നിട്ട് തങ്ങളുടെ പരിശ്രമം മൂലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ ദീനിൻ്റെ പരിശ്രമം ചെയ്യുന്നവരാക്കി. ദീനിൻ്റെ പരിശ്രമത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ തയ്യാറാക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവസാനത്തെ നബിയാണ്, എനിക്ക് ശേഷം ഒരു നബിയും വരാനില്ല. നിങ്ങളാണെങ്കിൽ നിങ്ങൾ അവസാനത്തെ ഉമ്മത്താണ്, നിങ്ങൾക്ക് ശേഷം ഒരു ഉമ്മത്ത് വരാനില്ല. എന്നാൽ ഈ ദീനിൻ്റെ പരിശ്രമം ചെയ്യൽ, നബിമാരുടെ പരിശ്രമം ചെയ്യൽ, അത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ ഓരോരുത്തരുടെ കടമയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി തന്നെ പറയുണ്ടായി. अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम को ये फ़िक्र था, ये दर्द था कि क़यामत तक आने वाला एक एक इंसान भी ईमान से महरूम ना हो, सबको ईमान मिले, सबको दीन मिले और वो हिदायत याफ्ता हो, और दुनिया से जब जाएं तो ईमान के साथ जाएं. इस फ़िक्र और इस मेहनत को लेके अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम सहाबा को ये फरमाया करते थे, मक्के मदीने में तुम्हें ठहरना नहीं है. हालांकि मक्का मदीना इबादत के एतबार से बड़ी फजीलत रखता है. एक रकात बैतुल्लाह में मक्के में पढ़ना है तो 1,00,000 रकातों का सवाब है. मदीना मुनव्वरा में 50,000 रकातों का सवाब है. लेकिन अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ये तरगीब दे रहे हैं, तुम्हें ना मक्के में ठहरना है ना मरना है, मेरी दीन की अमानत को लेके दुनिया में फिरना है. तो फरमाया, इमाम मालिक रहमतुल्लाह अलैह 10 साल क़ियाम करे हैं मक्के मदीने और मुक़द्दस मक़ामात पर, ताकि तहक़ीक़ करें, रिसर्च करें, मालूम करें कि कितने सहाबा की क़ब्रें हैं वहाँ. उन्होंने तहक़ीक़ करके बताया 10,000 से 12,000 क़ब्रें मिलती हैं. 1,15,000 सहाबा कहाँ चले गए? इस अमानत को पहुंचाने के लिए दुनिया के चप्पे चप्पे में पहुंच गए, और इंडिया को भी, केरला को भी, इंडोनेशिया के जजीरों में, अफ्रीका के जंगलात में, दुनिया के किनारे में पहुंच गए.
तो अल्लाह ने दीन की, इस्लाम की दौलत भी इन मुल्कों में अल्लाह ने पहुंचा दिया। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരേ ഒരു ഫിക്ർ, എല്ലാ മനുഷ്യർക്കും ഈമാൻ ലഭിക്കണം, എല്ലാ മനുഷ്യർക്കും ഹിദായത്ത് ലഭിക്കണം, എല്ലാ മനുഷ്യരും ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാകണം. ഇത് തങ്ങളുടെ ഒരേ ഒരു ഫിക്റായിരുന്നു. ഇതേ ഫിക്റിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ തയ്യാറാക്കി. അവരിലും ഈ ഫിക്ർ ഉണ്ടാവണം. അപ്പം ഇതേ ഫിക്റിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ തയ്യാറാക്കി. ഇതേ ഫിക്ർ, ആ ഫിക്റിന് വേണ്ടിയുള്ളൊരു പരിശ്രമം, അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം, എല്ലാ മനുഷ്യരും ഈമാനുള്ളവരാവണം. ഒരാൾ പോലും നാളെ ആഖിറത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഈ ഫിക്റിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ തയ്യാറാക്കി. എന്നിട്ട് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മക്കത്തും മദീനത്തും വെച്ച് മരിക്കേണ്ടവരല്ല. വാസ്തവത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴിയിലായിട്ട്, അള്ളാഹുവിൻ്റെ ദീൻ്റെ പരിശ്രമത്തിലായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയിട്ട് വേണം നമ്മുടെ മരണം വരേണ്ടത്. അപ്പോൾ ഈ രീതിയിലുള്ള ചിന്താഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിൽ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ മദീനയിലുള്ള ഇബാദത്ത്, മക്കത്തുള്ള ഇബാദത്ത്, എത്രയോ ഹറമിലുള്ള ഇബാദത്ത്, മസ്ജിദുൽ ഹറാമിൽ, മസ്ജിദ് നബവിയിലുള്ള ഇബാദത്ത്, ഇതെത്രയോ പ്രതിഫലമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു റക്അത്ത് മക്കയിൽ ഹറമിൽ നമസ്കരിച്ചാൽ 1,00,000 നമസ്കാരങ്ങളുടെ പ്രതിഫലമാണ്. മദീനയിൽ നമസ്കരിച്ചാൽ 50,000 നമസ്കാരങ്ങളുടെ പ്രതിഫലമാണ്. ഇത്ര പ്രതിഫലം, ഇത്ര വലിയ പ്രതിഫലം അത് മാറ്റിവെച്ചുകൊണ്ട് സഹാബാക്കൾ ദീൻ്റെ പരിശ്രമത്തിന് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ പോവുകയുണ്ടായി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയപ്പെടുന്നു, അദ്ദേഹം 10 വർഷം പരിശ്രമിച്ചിട്ട് അദ്ദേഹം ഏതാണ്ട് സഹാബാക്കളുടെ മക്കത്തും മദീനത്തുമുള്ള ഖബറുകൾ അദ്ദേഹം തിട്ടപ്പെടുത്തി. എത്ര സഹാബാക്കളുടെ ഖബറുകൾ മക്കത്തും മദീനത്തുമുണ്ട്. എല്ലാം കൂടി തിട്ടപ്പെടുത്തുമ്പോൾ ഏതാണ്ട് 10,000-12,000 സഹാബാക്കളുടെ ഖബർ മാത്രമേ മക്കത്തും മദീനത്തുമുള്ളൂ. ബാക്കി 1.25 ലക്ഷത്തിൽ ഏതാണ്ട് 1,15,000 സഹാബാക്കളുടെ ഖബറുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യാപിച്ച് കിടക്കുകയാണ്. ഇവരെല്ലാവരും ഇവിടെ പോയത് ദീനിൻ്റെ പരിശ്രമാർത്ഥമാണ്. അൽഹംദുലില്ലാഹ് അവർ പരിശ്രമിച്ചപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് ദീനിൻ്റെ പ്രകാശം അവിടെ നിഴലിച്ചു, ദീനിൻ്റെ പ്രകാശങ്ങൾ അവിടെ പടർന്നു. ഇന്തോനേഷ്യയിൽ പോയാൽ അവിടെ സഹാബാക്കളുടെ ഖബറുകളുണ്ട്. അവിടെ ദീനെത്തി സഹാബാക്കളുടെ കാലത്ത്. നമ്മുടെ കേരളത്ത് സഹാബാക്കൾ വന്നു എന്ന ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്ത് സഹാബാക്കൾ ദീൻ്റെ പരിശ്രമാർത്ഥം അവരെത്തിപ്പെടുകയുണ്ടായി. एक जमात बेंगलोर शहर की, एक 20 साल पहले की बात है, जमात पहुंची चाइना, रिपब्लिक ऑफ चाइना। वहाँ जैसे ही उतरी तो वहाँ का जो गवर्नर था वो मुसलमान, वो जमात का इस्तकबाल किया, खुश हो गया, कहा कि मैं इस प्रोविंस का मैं गवर्नर हूँ, मुझे बड़ी खुशी हुई कि आप दीन की निस्बत पर हमारे मुल्क में आए हो। तो उसने कहा कि तुम्हें मालूम है चाइना में सबसे पहले दीन की दावत को लाके मेहनत करने वाले कौन थे? कहा कि हम सुने थे कि साद बिन अबी वक्कास रज़ियल्लाहु ताला अन्हु 40 सहाबा के साथ आए थे। कहा बिल्कुल सही है, और इसी शहर में वो यहाँ के कब्रिस्तान में आराम कर रहे हैं। वो पहले कब्रिस्तान को वो जमात लेके जाकर सारी कब्रों की ज़ियारत करके कहा ये अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम के ज़माने में दीन की अमानत को लेकर, हाँ, वो पता नहीं कौन से रास्ते से आए थे चाइना में। तो चाइना में जितने करोड़ों मुसलमान हैं, ईमान वाले हैं, वो पहली जमात की कुर्बानी, मेहनत और उनकी जो है दुआओं की बरकत से पूरा चाइना ईमान में, इस्लाम में दाखिल हुआ है। ബാംഗ്ലൂരിൽ നിന്നും ഒരു ജമാഅത്ത് ചൈനയിലേക്ക് പോവുകയുണ്ടായി. 10-20 വർഷം മുമ്പാണ്. അപ്പോൾ ചൈനയിൽ പോയി ഒരു പ്രദേശത്ത് അവരെത്തിപ്പെടുകയുണ്ടായി. അവിടുത്തെ ഗവർണർ ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു. ജമാഅത്തിൻ്റെ വരവിൽ അദ്ദേഹം വളരെ സന്തോഷിച്ചു.
എന്നിട്ട് അദ്ദേഹം സ്വീകരിച്ചു ജമാഅത്തിനെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദീനിൻ്റെ പേരിൽ നിങ്ങൾ ഈ നാട്ടിൽ വന്നിരിക്കാൻ വലിയ കാര്യമാണ്, ദീനിൻ്റെ പേരിൽ വരും. അപ്പം എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ആരാണ് ആദ്യമായിട്ട് ഈ നാട്ടിൽ, ഈ ചൈനയിൽ ദീനിൻ്റെ പേരിൽ വന്നത്? ആര് മൂലമാണ് ചൈനയിൽ ദീൻ എത്തിയെന്നറിയാമോ? അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം 40 പേരുടെ ഒരു സംഘവുമായി ജമാഅത്തുമായി അദ്ദേഹം വന്നിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഖബർ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ജമാഅത്തിനെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഖബറുകൾ, സഹബാക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യിപ്പിക്കേണ്ടത്. എന്നിട്ട് പറയേണ്ട, ഇവരാണ് ആദ്യമായി നാട്ടിൽ ഈ പ്രദേശത്ത് ദീനിനെ, ഇസ്ലാമിനെ കൊണ്ടുവരുന്നെന്ന് പറയണ്ടായി. ഇന്ന് ചൈനയിൽ എത്ര മുസ്ലിമീങ്ങളുണ്ടോ അവർ മുസ്ലിം ആകുന്നതിന് കാരണക്കാരായവർ ഈ ആദ്യത്തെ ജമാഅത്താണ് എന്ന് പറയണ്ടേ. गुज़िश्ता पहला जो लॉकडाउन हुआ उस मौके पर हमारी जमात मैसूर से 4 जोड़े माँ मस्तूरात 2 महीने के लिए इंडोनेशिया रुख हुआ था. तो हम लोग वहाँ 1 महीना काम कर रहे थे, लॉकडाउन हो गया. तो 2 महीने जाके हम 4 महीने 5 दिन करके वापस आए मस्तूरात के साथ. वहाँ का हाल ये है कि जकार्ता जो शहर है वहाँ तकरीबन 1 लाख मस्जिदें हैं, 95% मुसलमान हैं. पूछा गया, भाई ये इंडोनेशिया में इस्लाम कैसा पहुँचा? तो उन्होंने बताया कि 2 जजीरों में सहाबा की कब्रें हैं. हाँ, तो 2 जजीरे सुमत्रा एक हैं और एक जजीरे का नाम बताया कि वहाँ सहाबा आके दीन की मेहनत की, और वो जैसे ही कदम रखते थे, सहाबा के ये जज्बे होते थे कि जिस मुल्क में वो कदम रखते थे तो ये दुआ करते थे, या अल्लाह या तो तेरा दीन जिंदा हो यहाँ, या तो हमारी कब्रें बन जाएं. ये जज्बे नीयतों के साथ आए तो अल्लाह उनकी जज्बे और उनकी फ़िक्र, उनकी क़ुरबानी की लाज रखकर पूरा इंडोनेशिया मुल्क मुसलमान हो गया. जितने मुल्कों के अंदर दीन है ये सहाबा की क़ुरबानियों का नतीजा है. അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ജമാഅത്ത്, മസ്തുറാത്തിൻ്റെ ജമാഅത്ത്, നമ്മൾ ഈ ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ്, ആദ്യത്തെ ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ് നമ്മൾ ഇന്തോനേഷ്യയിൽ പോയി. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത, അവിടെ നമ്മൾ പോയി. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗണായി. അപ്പം അങ്ങനെ നമ്മൾ 2 മാസത്തെ ജമാഅത്തായിരുന്നു നമ്മുടേത്. 2 മാസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. അങ്ങനെ 4 മാസം 5 ദിവസത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വന്നത് നാട്ടിലേക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മൾ അവരോട് ചോദിച്ചു, ഈ ഇന്തോനേഷ്യ അവിടെ ഏതാണ്ട് 1 ലക്ഷത്തോളം പള്ളികളുണ്ട്. പൂരി ഇന്തോനേഷ്യ, ജക്കാർത്തയിൽ മാത്രം 1 ലക്ഷത്തോളം പള്ളികളുണ്ട്. 95% മുസ്ലിമീങ്ങളാണ് അവിടെ. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇവിടെ ഇത്ര മുസ്ലിമീങ്ങൾ, ഇതൊരു മുസ്ലിം നാട് ആയത് എങ്ങനെയാണ്? ആരാണ് ഇവിടെ ആദ്യം ദീനിനെ എത്തിച്ചത്? നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ പല ദ്വീപുകളാണ്. ഇവിടെ 2 ദ്വീപിൽ 2 സഹാബാക്കളുടെ ഖബറുണ്ട്. ഒരു ദ്വീപ് സുമാത്ര, ആ സുമാത്ര ദ്വീപിൽ ഒരു സഹാബിയുടെ ഖബറുണ്ട്. രണ്ടാമത്തേത് മിഡാൻ എന്ന് പറയുന്ന ഒരു ഭാഗം, അവിടെയും സഹാബാക്കളുടെ ഖബർ. ഇപ്പോൾ 2 ദ്വീപിലായിട്ട് സഹാബാക്കളുടെ ഖബറുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ആദ്യം ഇവിടെ വന്നത്, ഈ രാജ്യത്ത്, നാട്ടിൽ വന്നത്. അപ്പോൾ ഇവരുടെ പരിശ്രമം കാരണമായിട്ടാണ് ഇവിടെ ഇസ്ലാം എന്നെന്ന് പറയണ്ടായി. അപ്പോൾ സഹാബാക്കളുടെ രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ദീൻ ഉണ്ടായിത്തീരണം, ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വചനം ഉയരണം, നമ്മളിവിടെ മരിച്ച് ഇവിടെ അടങ്ങും, എന്നാലും വേണ്ടിയില്ല അള്ളാഹുവിൻ്റെ ദീൻ ഈ പ്രദേശത്ത്, ഈ നാട്ടിലുണ്ടായിത്തീരണം. അപ്പം അതായിരുന്നു അവരുടെ ചിന്താഗതിയും അവരുടെ ലക്ഷ്യവും അതായിരുന്നു. दीन की जब तक मेहनत होती रही,
सहाबा के बाद ताबईन, तबे ताबईन, औलिया अल्लाह, ये सारे दीन के काम को अपना मकसद बना के जी रहे थे, तो दीन दुनिया में फैलता था। जब दीन की मेहनत छोड़ दिए, सुस्ती आ गई, काहली आ गई, दुनिया को अपना मकसद बना दिया, दीन को छोड़ दिया, तो नतीजा क्या हुआ? उसी इंडोनेशिया का हाल बता रहे थे कि 150 साल तक दीन की मेहनत नहीं हुई। हाँ, डच कॉलोनी जो है वो हुकूमत करके अपना पूरा तौर तरीक़ा उनके अंदर दाखिल कर दिया। आज भी वही माहौल है जो वो डच कॉलोनी की मेहनत का नतीजा है। तो देखा गया कि औरतें बाहर हैं, औरतें कारोबार करती हैं, दुकान चलाती हैं, होटलें चलाती हैं, सारे बाहर के काम औरतें करती हैं। मर्द क्या करते हैं? मर्द घर के अंदर बच्चों को संभालते हैं। ये माहौल है इंडोनेशिया का। അപ്പോൾ ഏതുവരെ ബഹുമാനമുള്ള സഹോദരന്മാരെ ദീൻ്റെ പരിശ്രമം നടന്നോ? ദീൻ്റെ പരിശ്രമം നടന്നുകൊണ്ടിരുന്നോ? സഹാബാക്കൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, ഔലിയാക്കൾ, ഇവരുടെ കാലങ്ങളിലെല്ലാം ദീൻ്റെ പരിശ്രമം നടന്നപ്പോൾ ദീൻ ലോകത്ത് നിലനിന്നിരുന്നു, ദീൻ ലോകത്ത് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് ബഹുമാനസ്വന്മാരെ ദീനിൻ്റെ പരിശ്രമം അത് കുറഞ്ഞു പോവുകയും അതില്ലാതായി പോവുകയും ചെയ്തോ, അന്ന് മുതൽ ബഹുമാനസ്വന്മാരെ ദീൻ ജനങ്ങളിൽ നിന്നും ഇല്ലാതാക്കപ്പെട്ട അവസ്ഥ. അപ്പോൾ ഈ ഇന്തോനേഷ്യയുടെ സംഭവം തന്നെ പറയാണ്. ഇപ്പോൾ ഇന്തോനേഷ്യ 95% മുസ്ലിമീങ്ങളുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഇന്ന് ദീൻ്റെ പരിശ്രമം മദ്യം ഇടയ്ക്ക് ഒരു സമയത്ത് ദീൻ്റെ പരിശ്രമം അതിൽ ഇല്ലാതായി പോയപ്പോൾ അവിടുത്തെ കൾച്ചർ ഇന്ന് നമ്മൾ നോക്കിയാൽ ഇന്ന് അവിടുത്തെ സംസ്കാരം, സ്ത്രീകളിൽ ദീനില്ലാത്ത അവസ്ഥ. സ്ത്രീകൾ മൊത്തം പുറത്താണ്, കമ്പോളങ്ങളിലും മാർക്കറ്റിലും കടകളിലും എല്ലാം സ്ത്രീകളാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ പുരുഷന്മാരെന്താ ചെയ്യുന്നത് വെച്ചാൽ, പുരുഷന്മാർ അവരുടെ കുട്ടികളെ സംരക്ഷിക്കും വീട്ടിലിരുന്നുകൊണ്ട്. ഇതാണ് പുരുഷന്മാരുടെ ജോലി. പുറത്ത് മൊത്തം സ്ത്രീകളാണ്, എവിടെ പോയാലും സ്ത്രീകൾ. അവരുടെ വേഷവിധാനം, അവരുടെ സംസ്കാരം മൊത്തം മാറിപ്പോയി. അപ്പോൾ ദീൻ്റെ പരിശ്രമം നിന്ന് പോയപ്പോൾ ദീൻ കുറേശ്ശെയായി ജനങ്ങളിൽ നിന്നും ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടായി. മറ്റ് സംസ്കാരങ്ങൾ മുസ്ലിമീങ്ങൾ അത് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി. मौलाना उमर साहब पालनपुरी रहमतुल्लाह अलैह अक्सर फरमाया करते थे कि दुनिया में मर्दों से ज़्यादा औरतें हैं, औरतों से ज़्यादा बच्चे हैं। बच्चों का दीन जो है वो माँ का दीन है, इसीलिए मदर टंग, मादरी ज़बान, बच्चा जो बोलता है वो माँ की ज़बान बोलता है। कॉलेज स्कूल के अंदर एप्लीकेशन मादरी ज़ुबान, मदर टंग पूछा जाता है। तो यूँ फरमाया कि दुनिया के अंदर औरतें बहुत हैं। अगर औरतें दीनदार बन गई तो पूरा घराना दीनदार बन जाएगा, बच्चे दीनदार बनेंगे। जितने औलिया अल्लाह आए हैं उनकी तरबियत उनके माओं ने की है। उनके वली अल्लाह बनने का सबब उनकी माएँ हैं। इसलिए बड़ों की बहुत फिक्र है कि मस्तूरात, औरतों का काम, दीन का काम औरतों में हो, ताकि औरतें दीनदार बन जाएंगी तो पूरा घराना, ख़ानदान, नस्लों में दीन आएगा। मर्द का दीन वो फ़र्द का दीन है, घर के ढेलीज के बाहर का दीन है। इसलिए बड़ों को बहुत फिक्र है औरतों के दीनदारी के बारे में. മൗലാന ഉമർ സാബ് പാലൻപുരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ലോകത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണുള്ളത്, സ്ത്രീകളെക്കാൾ കൂടുതൽ കുട്ടികളാണുള്ളത്. അപ്പോൾ കുട്ടികൾ അവരുടെ സംസ്കാരം, അവരുടെ സംസാരം, അവരുടെ രീതികൾ, ഇതെല്ലാം ഉമ്മമാരെയാണ് ആ കുട്ടികൾ പിൻപറ്റുക. ഉമ്മമാരുടെ രീതി, ഉമ്മമാരുടെ സംസ്കാരം, അതാണ് കുട്ടികളിലുണ്ടായിത്തീരുക. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് മദർ ടങ്, അതായത് ഉമ്മയുടെ രീതി, ഉമ്മയുടെ ഭാഷ, മാതൃഭാഷ എന്ന് പറയും അല്ലേ. അപ്പോൾ അതെന്താണ്? സാധാരണ സ്കൂളുകളിൽ കുട്ടിയെ ചേർക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്ലിക്കേഷൻ ഫോറമിൽ അത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടാവും ഉമ്മയുടെ മാതൃഭാഷ എന്താണെന്നുള്ളത്. അപ്പോൾ ഉമ്മ, മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവ് ഒരു കുട്ടിയിൽ വല്ലാതെ സ്വാധീനിക്കും. മാതാവിൻ്റെ കൾച്ചർ, മാതാവിൻ്റെ രീതി, മാതാവിൻ്റെ സ്വഭാവം, അപ്പോൾ ഇതെല്ലാം ഒരു കുട്ടിയിൽ വല്ലാതെ സ്വാധീനിക്കും. ഒരു പുരുഷൻ്റെ ദീൻ, ഒരു വീട്ടിലൊരു സ്ത്രീ
ആ സ്ത്രീ ദീനുള്ള സ്ത്രീ ആയിക്കഴിഞ്ഞാൽ, അവർ ദീനുള്ളവരായി കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ അന്തരീക്ഷം മുഴുവൻ ദീനിയായി തീരല്ല, എളുപ്പമായി തീരും. പുരുഷൻ ദീനിയാണ്, പുരുഷൻ ദീനുള്ള ആളാണ്, ഭർത്താവ് ദീനുള്ള ആളാണ്. പക്ഷെ ഒരു പുരുഷൻ്റെ ദീൻ വാസ്തവത്തിൽ വീടിൻ്റെ പടി വരെ ഉള്ളൂ. വീടിനുള്ളിൽ നടക്കുന്നത് മുഴുവനും ഭാര്യയുടെ, സ്ത്രീയുടെ ദീനാണ്, സ്ത്രീയുടെ കൾച്ചറാണ്, സ്ത്രീയുടെ രീതിയാണ്. അപ്പം അതുകൊണ്ട് ഉലമാക്കൾ സ്ത്രീകളിൽ പരിശ്രമം നടക്കണം, സ്ത്രീകൾ ദീനുള്ളവരാകണം. ഇതിനെപ്പറ്റി ധാരാളം ഫിക്ർ ചെയ്യാറുണ്ട്. ഒരു സ്ത്രീ നന്നായി കഴിഞ്ഞാൽ ഒരു വീട് നന്നായി, വീടുകൾ നന്നായാൽ ഒരു പ്രദേശം നന്നായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ന് മഹാന്മാർ, വലിയ വലിയ മഹാന്മാർ, ഇന്നറിയപ്പെട്ട വലിയ വലിയ മഹാന്മാർ, അവർ ഈ സ്ഥാനം കൈവരിക്കാൻ കാരണക്കാരായത് അവരുടെ മാതാക്കന്മാരാണ്. അവരുടെ മാതാക്കന്മാരുടെ പരിശ്രമം, അവരുടെ മാതാക്കന്മാരുടെ തർബിയത്ത്, അവരുടെ സംരക്ഷണം. അപ്പം അതാണ് ആ മഹാന്മാർ അവരാ ദർജയിലെത്താൻ കാരണക്കാരായത്. അപ്പം അതുകൊണ്ട് ഇന്ന് പണ്ഡിതന്മാർ, ഉലമാക്കൾക്ക് വലിയ ഫിക്റാണ് എങ്ങനെ ഈ സ്ത്രീകളിൽ ശരിയായ ദീനുണ്ടായിത്തീരും, സ്ത്രീകൾ ദീനിയായിത്തീരും. വലിയ ഫിക്റാണ് മഹാന്മാർക്ക്. घरों में औरतों में दीन आने का जो आसान रास्ता ज़रिया है, बड़ों ने बताया कि ज़ोहर से पहले भी ये बात आई कि घर की तालीम, अगर घर की तालीम फ़ज़ाइल की घर में शुरू हो जाए रोज़ाना, तो इंशाअल्लाह घर के मर्दों में भी, औरतों में भी, बच्चों और बच्चियों में भी इंशाअल्लाह दीन का माहौल बनेगा. उसके लिए एक मिसाल दी कि एक जिसके घर में तालीम होती थी वो बच्चे को नमाज को भेजती थी माँ. कई बच्चे मस्जिद में आते थे पैर धो, यानी वज़ू करके इमाम साहब देखते थे कि बच्चे को बोलते भाई वज़ू कर, वज़ू कर. इमाम के बोलने पे वो वज़ू कर करके मस्जिद के अंदर आता था. एक बच्चा वो पैर धो के अंदर आ जाता. इमाम साहब एक दिन देखा, 2 दिन देखा, तीसरे दिन कहा उस बच्चे से जो पैर धो के अंदर आ जाता है, बेटा दूसरे बच्चे भी वज़ू करके आते हैं, तू भी वज़ू कर ले. तो उस बच्चे ने कहा इमाम साहब मैं जो है हज़रत मैं घर से ही वज़ू करके आता हूँ. तो इमाम साहब बड़े ताज्जुब से पूछने लगे ये किसने बताया तुझे? कहा हमारे अम्मी जान रोज़ाना फ़ज़ाइल की किताब की तालीम करते हैं, उसके अंदर लिखा है कि जो घर से वज़ू करके निकलता है तो एक एक कदम पर एक गुनाह माफ़ होता है, एक नेकी लिखी जाती है. वो ऐसा है जैसा कि एहराम बांधकर हज को जाता है. ये सुनकर इमाम साहब चौंक गए. ये घर की तालीम की बरकत है. ഇപ്പോൾ ബഹുമാനസ്വന്മാരെ വീട്ടിലെ മാഹോല്, വീട്ടിലെ അന്തരീക്ഷം, വീട്ടിലെ ചുറ്റുപാട് അത് ദീനിയായി തീരുന്നതിനുള്ള എളുപ്പമായ മാർഗം എന്താണെന്ന് വെച്ചാൽ വീടുകളിലെ താലീമാണ്. വീടുകളിൽ താലീം അത് വായിക്കപ്പെടണം. ദുഹറിന് മുമ്പുള്ള മജ്ലിസിലും അത് പറയപ്പെടുകയുണ്ടായി. ദീൻ്റെ വീടുകളിൽ താലീം നടക്കുന്നൊരവസ്ഥ ഉണ്ടാകും. വീടുകളിൽ മുടങ്ങാതെ താലീം നടങ്ങുന്ന അവസ്ഥ ഉണ്ടായാൽ സ്വന്തമായി തന്നെ വീട്ടിലെ പുരുഷനിലെ ദീനുണ്ടായിത്തീരും, വീട്ടിലെ കുട്ടികളുടെ ദീനുണ്ടായിത്തീരും, വീട്ടിലെ മറ്റ് സ്ത്രീകളുടെ ദീനുണ്ടായിത്തീരും. അപ്പോൾ വീട്ടിലെ താലീം അത് വലിയ അസറുള്ള ഒരു അമലാണ്. അപ്പോൾ അതേ ഒരു സംഭവം പറയുണ്ടായി. ഒരു മദ്രസ, ഒരു പള്ളിയുമായി ചേർന്ന മദ്രസയിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരും. അപ്പോൾ സാധാരണ കുട്ടികൾ വരുമ്പോൾ കാല് കഴുകി വന്ന് വുദു ചെയ്യും. ഉസ്താദ് പറയുന്നത് പോലെയൊക്കെ ഉസ്താദ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ അവർ വുദു ചെയ്യും. വുദു ചെയ്തിട്ടാണ് പള്ളിയിൽ അവർ കയറുക. അപ്പോൾ ഒരു കുട്ടി ഉസ്താദ് നോക്കിയപ്പോൾ ആ കുട്ടി വുദു ചെയ്യാറില്ല, കാല് കഴുകി നേരെ പള്ളിയിലേക്ക് കയറുക. അപ്പോൾ ഉസ്താദ് ആ കുട്ടിയോട് പറഞ്ഞു, മറ്റെല്ലാ കുട്ടികളും കാല് കഴുകി വുദു ചെയ്ത് പള്ളിയിൽ കയറുന്നത് പോലെ നീ വുദു ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്നും വുദു ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതെനിക്ക് ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, എൻ്റെ ഉമ്മ എല്ലാ ദിവസവും വീട്ടിൽ താലീം നടത്താറുണ്ട്. അപ്പോൾ താലീമിൽ വായിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ വീട്ടിൽ നിന്നും വുദു ചെയ്ത് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഓരോ ചുവടിനും പകരം ഓരോ തിന്മ മായ്ക്കുകയും ഓരോ നന്മ അവൻ്റെ പേരിൽ എഴുതപ്പെടുകയും ചെയ്യുന്നതാണ്.
ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടി പോകുന്നവനെ പോലെയാണ് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നതായിട്ട് ഞാൻ വീട്ടിലെ താലീമിൽ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ബോൺസന്മാരെ, അപ്പോൾ ഇതാണ് വീട്ടിലെ താലീമിലെ അസർ. വീട്ടിൽ താലീമ മുടങ്ങാതെ നടന്നാൽ അതിൻ്റെ അസർ ഇതാണ്. നമ്മുടെ കുട്ടികൾ അമലുള്ളവരായിത്തീരും, അമലുകൾ ചെയ്യുന്നവരായിത്തീരും ചെറിയ പ്രായത്തിൽ തന്നെ. दुनिया में तकरीबन 200 मुल्क हैं, उसमें बड़े बड़े मुल्क, उसमें 50 पर 5 55 55 मुल्क जो है वो ईमान वालों के हैं. तो एक मुल्क का बादशाह, हाँ माशाल्लाह, शहजादा इस काम में लगा. उसके लगने का ज़रिया पूछा गया, कैसे लगे तुम? तो उन्होंने बताया कि मेरे पास एक जमात को लेकर आए, उसमें जो रहबर था वो अपने बच्चे के साथ आ गया था. छोटा सा बच्चा था, रहबर था वो मुकामी. मुतकल्लिम जो बाहर की जमात का साथी बात कर रहा था, लेकिन वो बादशाह शहजादे की नज़र वो बच्चे पर थी. ये सुन भी रहा है, देख रहा है, बच्चे के होंठ हिल रहे हैं, छोटा बच्चा है. तो मुतकल्लिम की बात को ठहरा के पूछा, ये बच्चे से मुझे बात करना है. पूछा, बेटा तेरे होंठ क्यों हिल रहे हैं? तो वो बच्चा कहने लगा, मैं जन्नत में पौधे लगा रहा हूँ. शहजादा ताज्जुब करने लगा कि तू दुनिया में है, जन्नत में पौधे कैसे लगा रहा है? कहा, हमारे घर में हदीस पढ़ते हैं, हमारे अम्मी जान ये पढ़ते हैं रोज़. उसमें ये बात आई कि जो सुभान अल्लाह पढ़ता है तो उसके नाम का एक दरख्त अल्लाह जन्नत में लगा देते हैं, वो नशोनमा पाता रहता है, उसका साया 500 साल तक फैलता रहता है. मैं यहाँ बैठ के जन्नत में पौधे लगा रहा हूँ. ये बात असर कर दी. मुतकल्लिम से कहा, तुम्हारी बात का उतना असर नहीं, ये बच्चे की मैंने जो बात सुनी, मैं ये काम को हक समझता हूँ, मैं इस काम में लगता हूँ. अल्लाह उस बच्चे को ज़रिया बनाया और वो घर की तालीम ज़रिया बनी उसकी हिदायत का. ഇന്ന് ലോകത്ത് 55 രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളെന്ന് പറയുന്നത്. അപ്പം അതിൽപ്പെട്ട ഒരു രാജ്യം, ആ രാജ്യത്തിലെ രാജപുത്രൻ, അദ്ദേഹം ദീൻ്റെ പരിശുദ്ധവുമായി ബന്ധപ്പെട്ട ആളാണ്. രാജാവിൻ്റെ മകൻ ദീൻ്റെ പരിശുദ്ധവുമായി ബന്ധപ്പെട്ട ആളാണ്. അപ്പം അദ്ദേഹത്തോട് ഒരു സന്ദർഭത്തിൽ ചോദിക്കപ്പെട്ടു, നിങ്ങൾ ഈ പരിശുദ്ധവുമായി ബന്ധപ്പെടാൻ കാരണം ആയ കാര്യം എന്താണ്, സംഭവം എന്താണ്, അതിന് കാരണക്കാരാരാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരു ജമാഅത്ത് എൻ്റെ അടുക്കൽ വരികയുണ്ടായി. അപ്പോൾ ജമാഅത്തിനെ കൂട്ടിക്കൊണ്ട് വന്ന ഒരു റഹ്ബറായിരുന്നു, ആ നാട്ടുകാരനായ ഒരാൾ. അദ്ദേഹമാണ് ആ ജമാഅത്തിനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ആ റഹ്ബറുടെ ഒരു കുട്ടിയും കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ജമാഅത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ജമാഅത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ജമാഅത്തിൻ്റെ സംസാരവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാൻ ആ കുട്ടിയും കൂടി ശ്രദ്ധിച്ചു. അപ്പോൾ കുട്ടിയുടെ ചുണ്ടിങ്ങനെ ചലിക്കുന്നതായിട്ട് ഞാൻ കണ്ടു, എന്തോ ഉരുവിടുന്നത് പോലെ, എന്തോ ചൊല്ലുന്നത് പോലെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, സംസാരത്തിന് ശേഷം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ മോനെ, നിൻ്റെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ടല്ലോ, നീ എന്താ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹദീസിൻ്റെ കിതാബുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിൽ ഉമ്മ വായിച്ചപ്പോൾ ഹദീസിൻ്റെ കിതാബിൽ ഞാൻ കേട്ടു, ഒരു മനുഷ്യൻ ഒരു സുബ്ഹാനല്ലാഹ് പറയുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലൊരു ചെടി നടുകയാണ്. അപ്പോൾ ആ ചെടി ഇങ്ങനെ വളർന്നത് എത്ര വിശാലമാകുമെന്ന് വെച്ചാൽ, ഒരു വേഗത്തിലോടുന്ന ഒരു കുതിര 500 വർഷം ഓടിയാലും അതിൻ്റെ നിഴൽ, അതിൻ്റെ തണൽ തീരില്ല, അത്ര വിശാലമായ ചെടി അതായി മാറും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഉമ്മ വായിക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ ചെടി നട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മുത്തക്കല്ലിമിനോട് പറഞ്ഞു, നിങ്ങളുടെ സംസാരത്തേക്കാൾ കൂടുതൽ എനിക്ക് അസർ ചെയ്ത് ഈ കുട്ടി പറഞ്ഞ ഈ വാക്കാണെന്ന് പറയുന്നത്, കുട്ടിയുടെ ഈ സംസാരമാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ രാജപുത്രൻ മൂപ്പര് പറഞ്ഞു, ഇതാണ് ആ അമലാണ്, ആ കുട്ടിയുടെ അമലാണ് എന്നെ ഈ ദീൻ്റെ പരിശുദ്ധമായിട്ട് അടുപ്പിച്ചത്.
എന്നെ ഇതിൻ്റെ പരിശുദ്ധമായി ബന്ധിപ്പിച്ചതെന്ന് പറയുന്നത്. हज़रत सहाबा को जो हिम्मत दिलाई थी उनकी औरतें सहाबियात, हाँ, वो हिम्मत दिला के यूँ कह के भेजती थी अल्लाह के रास्ते में कि देखो तुम हमारी फ़िक्र मत करना, तुम अल्लाह के रास्ते में जा रहे हो, अल्लाह तुम्हारे साथ में है और हमारे साथ भी अल्लाह है. इस हिम्मत से भेजती थी कि देखो अगर ज़िंदगी जो है अगर बाकी है तो इंशाअल्लाह अल्लाह चाहे तो दुनिया में मुलाकात कर लेंगे, वरना इंशाअल्लाह जन्नत में इकट्ठा हमेशा के लिए रहेंगे. ये कह के भेजते थे और सहाबा के बच्चों को भी ये तरगीब दे के भेजते थे. आज क्योंकि ज़रा सा हमारे घरों में माहौल नहीं है दूर भेजने का, हाँ, दुनिया के बारे में, कारोबार के बारे में, कमाने के बारे में हम माशाल्लाह दूर जाते हैं, जाना मना नहीं है, लेकिन यही जाना हमारा दीन के लिए हो जाए, उसके लिए आसान तरतीब है कि मस्तूरात को, औरतों को, अपनी घरवाली को शुरुआत करें 3-3 दिन के लिए. देखो इंशाल्लाह वही हिम्मत दिला के हमें मुल्कों को, आलम को भेजेगी इंशाल्लाह. സഹാബാക്കളുടെ സ്ത്രീകൾ അവരെ തയ്യാറാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അയക്കുമായിരുന്നു. അവരോട് പറയുമായിരുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴിയിൽ പുറപ്പെട്ടോളി, നിങ്ങൾ നമ്മുടെ വിഷയം നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾ ഫിക്ർ ചെയ്യേണ്ട. റാസിഖ് അള്ളാഹുവാണ്, റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്, സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾ നമ്മുടെ വിഷയം ഫിക്ർ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ പുറപ്പെട്ടോളൂ. നമുക്ക് നമ്മുടെ അള്ളാഹുവുണ്ട്, അവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ കാര്യം പേടിക്കേണ്ട, നിങ്ങൾ പുറപ്പെട്ടോളൂ. ജീവിതം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവിൽ വെച്ച് കണ്ടുമുട്ടാം. ഇനി ജീവിതം ബാക്കിയില്ല, നിങ്ങൾ ഷഹീദാകുകയാണെങ്കിൽ നമ്മുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും, ആഖിറത്തിൽ പോയി സ്വർഗത്തിൽ ഇൻഷാല്ലാഹ് നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്ന് പറഞ്ഞ് അവർക്ക് ഹിമ്മത്ത് നൽകി അവരെ അയക്കുമായിരുന്നു സഹാബാക്കളായ സ്ത്രീകൾ. അപ്പോൾ ഇന്നും ഇത് സഹാബാക്കളായ സ്ത്രീകളുടെ അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ, നമ്മുടെ സ്ത്രീകളും നമ്മളെ പ്രേരിപ്പിച്ച് ഹിമ്മത്ത് നൽകി അയക്കാറുണ്ട്. പക്ഷെ അത് അയക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അത് ദുനിയാവ് സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മളെ അയക്കും, നമ്മളെ പ്രേരിപ്പിച്ച് അയക്കും. നിങ്ങൾ പേടിക്കേണ്ട, നമ്മളിവിടെ കഴിഞ്ഞോളാം, നമ്മുടെ കാര്യമൊന്നും ആലോചിക്കേണ്ട, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഴിഞ്ഞു കൂടിക്കൊള്ളാം, നിങ്ങൾ പോയി സമ്പാദിച്ചിട്ട് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി, ധൈര്യം നൽകി, അവർക്ക് ഹിമ്മത്ത് നൽകി അയക്കാറുണ്ടെന്നും. പക്ഷെ ഇതേ കാര്യം സഹോദരന്മാരെ, ഇതേ കാര്യത്തിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ടായാൽ അതേ സ്ത്രീകൾ, ഇന്ന് ദുനിയാവിന് വേണ്ടി ഹിമ്മത്ത് നൽകി അയക്കുന്ന സ്ത്രീകൾ, അവർ നമ്മളെ ദീനിന് വേണ്ടി തയ്യാറാക്കി അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴിയിൽ അയക്കാൻ തയ്യാറാകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉലമാക്കളുടെ ഫിക്ർ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിൽ ദീൻ്റെ പരിശ്രമം നടക്കണം, സ്ത്രീകൾ അവർ ദീനിയായി തീരണം, അവരുടെ ചിന്താഗതികൾ മാറണം, അവരെ ദീനിന് വേണ്ടി ഖുർബാൻ ചെയ്യുന്ന അവസ്ഥകൾ, ദീനിന് വേണ്ടി ചെറിയ രീതിയിൽ ദുനിയാവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത് പോലെ അവർ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം എന്ന് ഉലമാക്കളുടെ ഫിക്ർ അതാണ്. एक जमात इंडोनेशिया की आई थी मस्तूरात के साथ, चिल्ले के लिए 40 दिन के लिए मस्तूरात के साथ आई थी, हमारे शहर में आई थी. हमारे घर में भी 2 दिन वो जमात ठहरी थी मस्तूरात. तो मैंने उन अमीर साहब अंग्रेज़ी बोलते थे, तो हम भी उनसे अंग्रेज़ी का तर्जुमा भी करते थे. तो मैंने उनसे पूछा कि आपकी मस्तूरात कैसे लगी काम में, आप इतनी दूर का सफ़र करके मस्तूरात को साथ में लेके आए हो, इसकी क्या राज है, इसकी क्या हिकमत है, ज़रा कारगुजारी बताओ. तो उन्होंने कहा, मैं तो 4 महीने लगा लिया था, लेकिन बीवी का जहन दावत का, दीन का नहीं बनाया था. मेरे से वो झगड़ा करती थी, क्यों देर से आते हो, दरवाज़ा नहीं खोलती थी. मैं तकाज़े पे, मुलाकातों में इधर उधर चले जाता था. तो हमारे साथियों ने कहा, भाई तबलीग जो है वो हिकमत से, मोहब्बत से, नरमी से करना है, घर की तालीम शुरू करो. तो मैं घर की तालीम नहीं कर रहा था, बाहर तो 4 महीने तकाज़ा, मुलाकातें सब कर रहा, लेकिन घर में कोई सिफर, ज़ीरो है तबलीग. तो साथियों ने कहा, घर की तालीम शुरू करो. अकेला मैं तालीम करता था, वो नहीं बैठती थी, क्योंकि याद रखें, हाँ, टेढ़ी फसली से अल्लाह ने बनाया है.
सीधा करने जाओगे तो टूट जाएगी, उसको तो हिकमत से नरमी से करना होगा। हाँ, तो ये रोता रहा, अल्लाह से मांगता रहा, तालीम शुरू किया। 1 हफ्ते के बाद वो बैठना शुरू हुई, खुश हो गया, अल्लाह का शुक्र अदा किया, उसको भी किताब दिया, वो भी पढ़ने लगी। उसको ज़रा सा जैक चढ़ाना पड़ता है, क्या है, माशाल्लाह कितना अच्छा पढ़ती है। अब वो खुश हो गई और माशाल्लाह ये आने से पहले किताब लेके बैठ जाती थी। साथियों से ये कारगुजारी सुनाया कि माशाल्लाह अब वो तालीम कर रही है। तो साथियों ने कहा पड़ोस के घर में यानी मोहल्ले में इज्तिमाई तालीम होती है, तुम्हारी बीवी को वहाँ डालेंगे, नंबर डालेंगे, वो तालीम करे। ये हिकमत से कहा तू कितना अच्छा पढ़ती है, जैसे जैसे पढ़ती है दिल में बात उतर जाती है। पड़ोस के वहाँ घर में 25-30 औरतें आती हैं, वहाँ भी तालीम कर, तुझे वहाँ का तकाजा आ रहा है। हिकमत से उसको वहाँ भेजा, वहाँ भी वहाँ की औरतें उसका इस्तकबाल की और माशाल्लाह ये तालीम का नूर माशाल्लाह इसके दिल में भी आया। उसके बाद घर की तालीम हुई, इज्तिमाई तालीम मोहल्ले की हुई, अब सेरोज़ा लेको जाने का तकाजा आया। उसने कहा कि एक जमात बन रही है, फलां गांव बस्ती को जा रही है, अरे घर में भी मुझे फ़ायदा हम सबको हो रहा है, मोहल्ले की औरतों को हो रहा है, वो औरतें जो गांव की बस्ती की हैं वो औरतों को भी फ़ायदा होगा। माशाल्लाह जब हिजरत हिकमत और नरमी से उसकी तश्कील हो गई और वो पूरे पाबंदी और बुरक़े के साथ माशाल्लाह 3 दिन गई। 3 दिन के अंदर ज़िंदगी अल्लाह ने बदल दिया। ये भी रोता रहा, अल्लाह से मांगता रहा, वो भी माहौल और वहाँ की औरतें इस्तकबाल की और हिकमत मोहब्बत से उसको लिया, ज़िंदगी उसकी बदली। 3 दिन के बाद जब आई तो वो तहज्जुद गुजार हो गई, नमाजें पढ़ना शुरू कर दी, तिलावत शुरू कर दी, बावजू घर के काम कर रही है जिक्र के साथ, या अल्लाह। तो ये कहने लगा मैं सो रहा था, मेरे पैर को वो बोसा देने लगी, मैं उठ गया, क्या कर रही हो? कहा मेरे से गलती होगी, मुझसे माफ़ कर दो, ये पैर 4 महीने कुर्बानी से अल्लाह के रास्ते में गए थे, मैं तुम्हें बहुत सताए हूँ, अल्लाह के लिए माफ़ कर देना। तो ये भी रो दिया, कहा कि वाकई अल्लाह ताला जो है दिलों को फेरने वाले। 3 दिन लगा कर अशरा, वहाँ तरतीब 15 दिन की है। उसके बाद उसने कहा, अजीब बात उसने कहा, मैं क्या बताऊँ, मैं तो आमाल में पीछे हो गया, मेरी बीवी बहुत आगे हो गई, यहाँ तक आगे हो गई कि अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम की ख्वाब में ज़ियारत भी मेरी बीवी को हो गई। ये है तरक्की औरतों की। ഒരു പ്രാവശ്യം നമ്മുടെ നാട്ടിലെ ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ജമാഅത്ത് വരെ ഉണ്ടായി. ആ ജമാഅത്ത് മസ്തുറാത്തിൻ്റെ ജമാഅത്ത്. ആ ജമാഅത്ത് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ കുറേ നാളുണ്ടായിരുന്നു. 2 ദിവസം നമ്മുടെ വീട്ടിലും അവർ താമസിച്ചു. അപ്പം ഞാൻ ഒരു ജമാഅത്തിലെ ഒരു സാത്തിയോട് ഞാൻ സംസാരിച്ചു, അമീർ സാഹിബിനോട് ഞാൻ സംസാരിച്ചു. ഞാൻ വിവരം അന്വേഷിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ജമാഅത്തിൽ വരാൻ അതിന് കാരണമായ കാര്യം എന്താണ്, നിങ്ങളെങ്ങനെ പരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ടു, നിങ്ങളുടെ ഭാര്യ എങ്ങനെ ബന്ധപ്പെട്ടു എന്നെല്ലാം വിഷയം ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധാരണ ചെറിയ രീതിയിലൊക്കെ 3 ദിവസമൊക്കെ പോയി, അങ്ങനെ ഞാൻ ചില്ല പോയി, അങ്ങനെ ഞാൻ 4 മാസം പോയി, അങ്ങനെ വലിയ ദീൻ്റെ പരിശ്രമം ചെയ്യുന്ന ആളായി. നാട്ടിലൊക്കെ അൽഹംദുലില്ലാഹ് ദീൻ്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ ഒരു മാഹൗലില്ലായിരുന്നു, വീട്ടിൽ ചുറ്റുപാടില്ലായിരുന്നു. എൻ്റെ ഭാര്യ അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മുലാഖാത്ത് പോയി ഏതെങ്കിലും തക്കാസയ്ക്ക് ശേഷം താമസിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ വഴക്കുണ്ടാക്കും. ചിലപ്പോൾ കതക് തുറന്ന് തരില്ല, ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും. നിങ്ങൾ ഇത്ര താമസിച്ച് വന്നാൽ എങ്ങനെയാണ്? അപ്പം എന്നും ഇടയ്ക്കിടയ്ക്ക് വഴക്കും ബഹളമൊക്കെ വീട്ടിലുണ്ടാവും. അപ്പം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ഹിക്മത്തിൽ കൈകാര്യം ചെയ്യണം, കാര്യങ്ങൾ തന്ത്രപരമായി നിങ്ങൾ ബലം പിടിക്കാതെ തന്ത്രപരമായി ഹിക്മത്തിൽ കൈകാര്യം ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ താലീമ തുടങ്ങാൻ ആവശ്യപ്പെട്ടു എൻ്റെ കൂട്ടുകാർ. നിങ്ങൾ വീട്ടിൽ താലീമ തുടങ്ങുക, ചെറിയ രീതിയിൽ നിങ്ങളുടെ അവസ്ഥകൾ മാറും. അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ താലീമ തുടങ്ങി. അപ്പം ആദ്യം ആരും താലീമിൻ്റെ ഹൽക്കയിൽ ആരും മജ്ലിസിൽ ആരും വന്ന് പങ്കെടുക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് താലീമ് വായിച്ച് തുടങ്ങും. അപ്പം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. പതുക്കെ ഭാര്യ വന്ന് ഇരുന്ന് തുടങ്ങി. അങ്ങനെ കുറച്ചൊക്കെ ഇരുന്നപ്പോൾ അവർക്ക് താലീമിൻ്റെ നൂർ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചതുപോലെ അവരിലൊരു ചെറിയൊരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു. അവർ പിന്നെ സ്ഥിരമായിട്ട് വന്ന് ഇരുന്ന് തുടങ്ങി. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ അവരുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടായി. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു,
നമ്മുടെ പള്ളിയിൽ, നമ്മുടെ വീടിനടുത്തുള്ള വീട്ടിൽ അവിടെ ഇജ്തിമായി താലീം നടക്കുന്നുണ്ട്, സംഘടിത താലീം. മറ്റ് വീട്ടിലെ സ്ത്രീകളും ആഴ്ചയിൽ ഒരു ദിവസം വന്നു കൂടി. അപ്പോൾ അവിടെ അൽഹംദുലില്ലാ താലീമിൻ്റെ അമൽ അൽഹംദുലില്ലാ അവിടെ നടക്കുന്നുണ്ട്. നമുക്കൊരു ദിവസം അവിടെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ തയ്യാറായി. അങ്ങനെ ഇജ്തിമായി താലീം അൽഹംദുലില്ലാ പങ്കെടുത്തു. അപ്പം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 3 ദിവസത്തേക്ക് അവരെ തശ്കീൽ ചെയ്തു. അപ്പോൾ അൽഹംദുലില്ലാ താലീം, വീട്ടിൽ താലീം തുടങ്ങി, ഇജ്തിമായി താലീമിലും പങ്കെടുത്തു. അൽഹംദുലില്ലാ അതിൻ്റെ പേരിൽ വലിയ പ്രയോജനം. പിന്നെ 3 ദിവസം ജമാഅത്തിലും കൂടി പോയാൽ ഇൻഷാ അല്ലാഹ് അതുകൊണ്ടുള്ള പ്രയോജനം, കൂടുതൽ പ്രയോജനം സ്വന്തമായിട്ടും ഉണ്ടാവും. നമ്മൾ ഏതൊരു നാട്ടിലാണോ പോകുന്നത് ആ നാട്ടുകാർക്കും പ്രയോജനം ഉണ്ടാവും. അവരോടും നമുക്ക് ഈ താലീമിൻ്റെ ആവശ്യകതയും ഇതിൻ്റെ മഹത്വമെല്ലാം നമുക്ക് അവരോടും പറയാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് തയ്യാറാക്കി. അവർ 3 ദിവസം ജമാഅത്തിന് കൊണ്ടുപോയി. 3 ദിവസം ജമാഅത്തിൽ പോയപ്പോൾ അവരുടെ ജീവിതം വല്ലാതെ മാറി. അവർ കരയുന്ന സ്ത്രീയായി മാറി. അവർ തിരിച്ചു വന്ന് തഹജ്ജുദ് നമസ്കരിക്കുന്ന സ്ത്രീയായി മാറി. അള്ളാഹുവിൻ്റെ മുമ്പിൽ കരയുന്ന സ്ത്രീയായി മാറി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. അപ്പം അങ്ങനെ ഒരു ദിവസം അവരെന്നോട് മാപ്പ് ചോദിച്ചു. ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കുമായിരുന്നല്ലോ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴിയിൽ പുറപ്പെട്ടതിൻ്റെ പേരിൽ, നിങ്ങൾ വീട്ടിൽ താമസിച്ചു വരുന്നതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കുമായിരുന്നല്ലോ. എനിക്കറിയില്ലായിരുന്നു വാസ്തവത്തിൽ ഇതെല്ലാം ഇത്ര ഉയർന്ന ഈ പരിശ്രമം ഇത്ര ഉയർന്ന ഒരു പരിശ്രമമാണെന്ന്, ഇത്ര വലിയ കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് മാപ്പ് ആവശ്യപ്പെട്ടു. എത്രത്തോളം അവരുടെ ഇബാദത്തിൽ അവർ ഏത് അവസ്ഥയിലെത്തിയെന്ന് വെച്ചാൽ, എത്രത്തോളം അള്ളാഹുമായി അടുത്തെന്ന് വെച്ചാൽ, അവരെന്നേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരായി മാറി. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാവശ്യം സ്വപ്നം കാണുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ ആ രീതിയിൽ അവർ ഇബാദത്ത് പരമായിട്ട് അള്ളാഹുമായുള്ള അടുപ്പത്തിലും അവർ വല്ലാതെ മുന്നേറുകയുണ്ടായി. അപ്പോൾ മനസ്സന്മാരെ ഇതിൻ്റെ പരിശ്രമം നടന്നപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ വീട്ടിലെ താലീം മൂലം സ്ത്രീകളിൽ ഈ രീതിയിലുള്ള മാറ്റം, അതിന് തുടക്കമായത് വീട്ടിലെ താലീമാണ്. വീട്ടിലെ ചെറിയൊരു ഹൽക്കയാണ്, താലീമിൻ്റെ മജ്ലിസാണ് അതിന് കാരണമായത്. सब इसके लिए तैयार हैं इंशाअल्लाह. അപ്പം അതുകൊണ്ട് എല്ലാവരും തയ്യാറില്ല ഇൻഷാഅല്ലാഹ് ഇതിനു വേണ്ടി. आपके केरला के काफ़ी स्टूडेंट्स हमारे मैसूर के अंदर माशाल्लाह ताजिर हजरात भी आए हैं, फैमिलीज़ के साथ आए हैं, बीवी बच्चों के साथ हैं. एक बड़ा तबका 1000 से 1500 का स्टूडेंट्स आए हैं, लड़के भी आए हैं, लड़कियां भी हैं. अभी एक जमात 40 दिन की आपके केरला की कन्नूर से माशाल्लाह आई, माशाल्लाह काम की पूरे शहर मैसूर के अंदर. और इसी तरह 7 डिस्ट्रिक्ट्स के, हाँ माशाल्लाह तलचेरी के हैं, और आपके कोचीन के हैं, और मलापुरम के हैं, और पालघाट के हैं, और वायनाड के हैं, और बहुत पूरे केरला के काफ़ी स्टूडेंट्स, लड़के और लड़कियां जो मेडिकल कर रहे हैं, डेंटिस्ट BDS कर रहे हैं, फार्मेसी कर रहे हैं, इंजीनियरिंग कर रहे हैं, BCA कर रहे हैं, हाँ पैरामेडिकल कर रहे हैं, नर्सिंग कोर्सेस और रेडियोलॉजिस्ट, कितने हज़ारों स्टूडेंट्स हमारे मैसूर में आए हैं. तो अल्हम्दुलिल्लाह जमात आई, अशरा मस्तूरात की जमात आई, उससे बड़ा फ़ायदा हुआ. और माशाल्लाह फ़िक्र की गई तो 4 जगह मस्जिद में तालीम करना शुरू किए. और मस्तूरात नहीं मिलते थे. आपकी मस्तूरात की जमात आने के बाद उनको कांटेक्ट नंबर दिए, वो बात किए, तो तकरीबन 40 लड़कियां कॉलेज के हॉस्टल में थी, मलयाली गर्ल्स लड़कियां, वो आ गई. उनको तलब है, फ़िक्र है. तो इसके लिए माशाल्लाह मशवरा कर रहे हैं कि मैसूर आप हजरात यहाँ से जमातें भेजते रहें, ताकि केरला की जमातें आएंगी तो वो ख़रीब आएंगे. हमको नहीं मिलते, वो आपकी जमात आ गई, मलयालम में बात किए, ख़रीब आ जाएंगे. यहाँ नहीं मिलते आपको, वहाँ मिल जाएंगे. इसके लिए सब इरादा करें, मैसूर को ज़्यादा जमातें इंशाअल्लाह भेजना है इंशाअल्लाह. മൈസൂരിൽ ധാരാളം, ആ പട്ടണത്തിൽ ധാരാളം മലയാളികൾ താമസിക്കുന്നുണ്ട്. ധാരാളം മലയാളികൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന മലയാളികളും ധാരാളമുണ്ട്. അപ്പം അതുപോലെ ധാരാളം സ്റ്റുഡൻസ്, ആൺകുട്ടികൾ പെൺകുട്ടികൾ ധാരാളം സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. പല കോഴ്സിലായിട്ട് ധാരാളം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അടുത്ത സമയത്ത് കേരളത്തിൽ നിന്ന് കണ്ണൂർ ഭാഗത്തുനിന്നുള്ളൊരു ജമാഅത്ത്
മൈസൂറിൽ വന്ന് പരിശ്രമിക്കുകയുണ്ടായി. മസ്തുറാത്തിൻ്റെ ജമാഅത്ത്, സ്ത്രീകളടങ്ങിയ ജമാഅത്ത്. അപ്പോൾ അവർ വന്ന് അൽഹംദുലില്ലാഹ് പരിശ്രമിച്ചപ്പോൾ പരിശ്രമിച്ച് ധാരാളം മലയാളികളെ അവർ കൂട്ടിയുണ്ടായി, അവരുടെ ജോഡുകളിൽ കൂട്ടി. അപ്പം അദ്ദേഹം പറയുന്നു ഏതാണ്ട് 7 ജില്ലകളുടെ ആൾക്കാർ ജോഡുകളിൽ കൂടി എന്ന് പറഞ്ഞു. അതുപോലെ ധാരാളം സ്റ്റുഡൻസുകൾ കൂടി, ധാരാളം സ്റ്റുഡൻസ്, പെൺകുട്ടികൾ, അവിടെ പല കോഴ്സിന് പഠിക്കുന്ന മലയാളി പെൺകുട്ടികൾ, അവർ സ്ത്രീകളുടെ ജമാഅത്ത് താമസിക്കുന്ന വീട്ടിൽ സ്ത്രീകളുടെ ഇജ്തിമായി താലീമിന് വേണ്ടി അവർ കൂടിയുണ്ട്. ഏതാണ്ട് 40 പെൺകുട്ടികൾ കൂടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ പോയി അവരെ വിളിച്ചാൽ അവർ ചിലപ്പോൾ വരില്ല, ആ ഭാഷയുടെ വ്യത്യാസം. പക്ഷെ ആ ഭാഷയുടെ ബന്ധത്തിൻ്റെ പേരിൽ ഒരു മലയാളി ജമാഅത്ത് പോയി അവരെ വിളിച്ചാൽ അവർ പെട്ടെന്ന് വരും. അപ്പം അദ്ദേഹം പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വിളിച്ചാൽ ചിലപ്പോൾ അവർ വന്നോണമെന്നില്ല, പക്ഷെ ഇവരെ തന്നെ നിങ്ങൾ അവിടെ വിളിച്ചാലോ, അവിടെ പോയി നിങ്ങൾ വിളിച്ചാൽ, അവിടെ വെച്ച് വിളിച്ചാൽ അവർ പെട്ടെന്ന് വരാൻ തയ്യാറാവും, ആ ഭാഷയുടെ ബന്ധത്തിൻ്റെ പേരിൽ. അപ്പം അതുകൊണ്ട് വലിയ പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട് മലയാളികളുടെ ഇടയിൽ. മലയാളികളിൽ പരിശ്രമിക്കുന്നതിന് വേണ്ടി മലയാളികളുടെ ജമാഅത്ത് ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ इंशाअल्लाह तैयार इंशाअल्लाह नियतകൾ ചെയ്യണം इंशाअल्लाह. आखिरी बात यह है, ये तो हमने मैसूर की तश्कील की है, लेकिन पूरा आलम, पूरी दुनिया इंतज़ार में है. वी वांट इंडिया जमात. हाँ, इंडिया की जमात को वो पूरी दुनिया तलब करती है. तो इसके लिए पूरी दुनिया इंतज़ार में है कि इंडिया की जमात आए. और अल्लाह का शुक्र है केरला के भाइयों के अंदर पूरी दुनिया में जाने की अल्लाह ने सलाहियत भी रखी है, इस्तिताअत भी रखी है, वो सिफ़ात और खूबियाँ रखा है. सहाबा की सिफ़ात आपके अंदर हैं, तो ये सिफ़ात को लेकर जैसा सहाबा मक्का मदीने से पूरी आलम में फैले हैं, तो सब नियतें करें कि इंशाअल्लाह अल्लाह का दिया हुआ जान माल सलाहियतें ये सब लेके पूरे आलम में इंशाअल्लाह हम जाएंगे इंशाअल्लाह जी. അപ്പോൾ ഇത് ബൊമാസന്മാർ ഇപ്പോൾ പറഞ്ഞ മൈസൂറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ലോകത്ത് മുഴുവനും ജമാഅത്തുകളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ സാധാരണ പറയാറുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ജമാഅത്തുകൾ പോകുമ്പോൾ പറയാറുണ്ട് നമുക്ക് ഇന്ത്യ ജമാഅത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും, ഇന്ത്യയിൽ നിന്നുള്ള ജമാഅത്തിൻ്റെ ആവശ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ കേരളക്കാരിൽ പല രീതിയിലുള്ള കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, കഴിവുകളും നൽകിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണങ്ങളും നൽകിയിട്ടുണ്ട്. പല കാര്യങ്ങൾ, പല ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതുപോലെ പല ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിവുകളും ഈ ഗുണങ്ങളും ദീനിന് വേണ്ടി പ്രയോജനപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിയ്യത്തുകൾ ചെയ്യാൻ ഇൻഷാല്ലാഹ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ദീനിൻ്റെ പരിശ്രമത്തിന് ആവശ്യമുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ പുറപ്പെട്ട ജമാഅത്തുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിയ്യത്തുകൾ ചെയ്തുകൂടെ ഇൻഷാല്ലാഹ്. कौन कौन इंशाल्लाह जिनके 4 महीने लग चुके हैं, 4 महीने तबलीग का पासपोर्ट है, ये लग गया है वो मुल्कों के लिए, और जो जा चुके हैं वो दोबारा मुल्कों के लिए. मस्तूरात में भी 2 महीने के लिए, 2 महीने मर्द के, 2 महीने मस्तूरात के. जिनका चिल्ला यहाँ लग गया है वो बैरून के इरादे करें मस्तूरात के साथ, और जिनके 4 महीने यहाँ लगे हैं वो पूरे आलम की नियत करके इरादे करना है. और जिनका अशरा लगा है मस्तूरात के साथ वो चिल्ले के लिए मुल्क में हमारे इंडिया में लगाएं. और जिनके 3-3 दिन 2-3 मरतबा लगे हैं वो अशरे के लिए. जो अब तक नहीं लगाए हैं वो भी नियत कर लें कि इंशाल्लाह कम से कम हमें 3 दिन लगा कर ही रहेंगे. यहाँ से कोई ऐसा साथी वापस ना जाए जो 3 दिन अपने मस्तूरात के साथ और मर्दों की जमात में जाने की इरादे करेंगे इंशाल्लाह. 4 മാസം നാട്ടിൽ പോയിട്ടുള്ള ഒരാൾ അയാൾക്ക് 4 മാസത്തേക്ക് വിദേശത്തേക്ക് ജമാഅത്ത് പുറപ്പെടാവുന്നതാണ്. അപ്പോൾ അതുപോലെ മസ്തൂറാത്തിൽ ഇന്ത്യക്കുള്ളിൽ ഒരു ചില്ലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ 2 മാസത്തേക്ക് മസ്തൂറാത്തിൻ്റെ ജമാഅത്തിൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ 3 ദിവസം പോയിട്ടുള്ളവർക്ക് 10 ദിവസം പോകാവുന്നതാണ്, 10 ദിവസം പോയിട്ടുള്ളവർക്ക് ചില്ല പോകാവുന്നതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് നമ്മളെല്ലാവരും ഇൻഷാല്ലാഹ് നിയ്യത്തുകൾ ചെയ്യും ഇൻഷാല്ലാഹ്. 4 മാസം പോയിട്ടുള്ളൊരു വിദേശത്തേക്ക് ഇൻഷാല്ലാഹ് 4 മാസത്തേക്ക് പുറപ്പെടാവുന്ന നിയ്യത്തുകൾ ചെയ്യും. മസ്തുറാത്തിൽ ചില്ലയെങ്കിലും രാജ്യത്തിനുള്ളിൽ പോയിട്ടുള്ളവർ വിദേശത്തേക്ക് ഇൻഷാല്ലാഹ് മസ്തുറാത്തിൽ 2 മാസം പോകാവുന്ന നിയ്യത്തുകൾ ചെയ്യും. 10 ദിവസം പോയിട്ടുള്ളവർ 40 ദിവസം അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴിയിൽ മസ്തുറാത്തിൽ പുറപ്പെടാവുന്ന നിയ്യത്ത് ചെയ്യും. 3 ദിവസം പോയിട്ടുള്ളവർ 10 ദിവസത്തേക്ക് ഇൻഷാല്ലാഹ് അവർക്ക് പോകാൻ സാധിക്കുന്നതാണ്. അവൻ ഇൻഷാല്ലാഹ് 10 ദിവസത്തേക്ക് നിയ്യത്ത് ചെയ്യും.
ഇനി ഒരാൾ പോയിട്ടില്ല, 3 ദിവസം പോലും പോയിട്ടില്ല എങ്കിൽ 3 ദിവസത്തേക്ക് ഇങ്ങനെ നിയത്ത് ചെയ്യും. അപ്പോൾ ഈ മജ്ലിസിൽ നിന്നും പിരിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നിയത്തുകൾ ചെയ്തിട്ടെങ്കിലും പിരിയണം. ഇൻഷാ അല്ലാഹ് മസ്തുറാത്തിൽ പുറപ്പെടും, അതുപോലെ പുരുഷന്മാരുടെ ജമാഅത്തിൽ ഇൻഷാ അല്ലാഹ് പുറപ്പെടും. ഇൻഷാ അല്ലാഹ് നിയത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ചെയ്തിട്ട് പുറപ്പെടും. ഇൻഷാ അല്ലാഹ് नियत ही दौड़े इंशाल्लाह, सब नियतें करके खड़े हो जाएं इंशाल्लाह, फरिश्ते भी निकलेंगे इंशाल्लाह, और वैसे ही उठकर मजलिस भी खत्म है और इंशाल्लाह इंशाल्लाह नियत ചെയ്ത് इंशाल्लाह എഴുന്നേറ്റോളൂ. इंशाल्लाह അല്ലാഹുവിനെ സാക്ഷിയായിക്കൊണ്ട് इंशाल्लाह എഴുന്നേറ്റ് നിന്നോളൂ. इंशाल्लाह खड़े हो जाएं. माशाल्लाह माशाल्लाह, वाह वाह, अल्लाह सबको कबूल फरमाए. मुल्कों के इरादे करे, नियतें करे इंशाल्लाह. और जो बैठे हैं वो भी नियत करके खड़े हो जाएं. तब से बैठे हैं, जरा पैर भी अच्छा ढीले हो जाएं और जरा हिम्मत करें. इंशाल्लाह एഴുന്നേറ്റ് നിന്നോളൂ. इंशाल्लाह मजलिस से माशाल्लाह 100% तश्कील हो गई. अल्लाह सबको कबूल फरमाए. अल्लाह എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. अल्लाह सबको कबूल फरमाए. सुभान अल्लाह बिहम्दिही सुभानक अल्लाहुम्मा बिहम्दिका नशहदु अन ला इलाहा इल्ला अंता नस्तगफिरुका व नतूबु इलैक. सुभान रब्बिका रब्बिल इज्जति अम्मा यसिफून व सलामुन